ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവരും കൊഴുക്കട്ട കഴിച്ചോ? അപ്പോൾ കൊഴുക്കട്ട ശനിയാഴ്ച നമ്മൾ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട എന്ന് പറഞ്ഞുള്ള വിഭവമാണ് നമ്മളിന്നിവിടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ റെസിപ്പിയാണ്, എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ആണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആദ്യമായിട്ട് തന്നെ എന്താണ് കൊഴുക്കട്ട ശനി എന്ന് അറിയണ്ടേ? നമ്മുടെ ഓശാന ഞായറാഴ്ചേൻ്റെ തലേ ദിവസം, അതായത് നമ്മുടെ വലിയ നോമ്പിൻ്റെ 41ാമത്തെ ദിവസം, കേരളത്തിലെ എല്ലാ ക്രൈസ്തവരും, പ്രത്യേകിച്ച് ഈ സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ ആചരിക്കുന്ന ഒരു പരമ്പരാഗത ദിനമാണ് ഈ കൊഴുക്കട്ട ശനിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈശോ ലാസറിനെ ഉയർപ്പിച്ചതിനെ തുടർന്നിട്ട് ഈ ലാസറിൻ്റെ സിസ്റ്റേഴ്സായിട്ടുള്ള മാർത്തായും മറിയവും ചേർന്നിട്ട് യേശുവിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഭയങ്കര തിടുക്കത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭക്ഷണ വിഭവമാണ് ഈ കൊഴുക്കട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അരിപ്പൊടിയും പിന്നെ ശർക്കരയും തേങ്ങ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ കൊഴുക്കട്ട ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് വരാം. കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട. കുറച്ച് അരിപ്പൊടി, നാളികേരം ചിരകിയത്, പിന്നെ ശർക്കര പാനി, അരി വറുത്ത് പൊടിച്ചത്, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായയുടെ പൊടി പിന്നെ ചുക്ക് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അത് മാത്രമേ വേണ്ടൂ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ അരിപ്പൊടി നല്ല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുകയാണ്. ഈ വെള്ളം ചൂടാക്കിയപ്പോൾ നമ്മൾ ഉപ്പിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട ചൂടുവെള്ളമാണത്. നല്ല പോലെ കുഴച്ച് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കൊഴുക്കട്ടയുടെ കൂടെ കുറച്ച് പീച്ചാമ്പൊടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പീച്ചാമ്പൊടി എന്നാണ് പറയുക. നമ്മൾ ഈ പുട്ട് നനയ്ക്കുന്ന പോലെ അരിപ്പൊടി ഉപ്പിട്ട് കുറച്ച് നനച്ചിട്ട് അതിലേക്ക് നാളികേരം ചിരകിയതും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വെറുതെ ആവിയിൽ വേവിക്കും. അത് പണ്ടൊക്കെ ഞങ്ങൾ മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ അതും കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അത് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരി വറുത്ത് പൊടിക്കണമെന്ന്. അപ്പോൾ അരി വറുത്ത് പൊടിച്ചതും പിന്നെ കുറച്ച് ചുക്ക് നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഏലക്കായും കൂടി ഇട്ടിട്ട് പൊടിക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ പൊടിയും നമ്മൾ നാളികേരം ഈ ശർക്കര പാനിയിൽ ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുക. മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ
തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ. നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ
നമ്മൾ കൊഴുക്കട്ട വേറൊരു സ്റ്റൈലിൽ വേറെ ഷേപ്പിൽ ഉണ്ടാക്കാനായിട്ട് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അച്ചു പോലത്തെ. പക്ഷെ അത് കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാളിപ്പോയി. അപ്പോൾ പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്തില്ല. സാധാരണ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉരുട്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ വേറെ മോമോസിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി നോക്കി, പക്ഷെ അത് ഭയങ്കര വലിപ്പം കൂടിപ്പോയി. എന്നാലും അങ്ങനത്തെ ഒരു ഷേപ്പിൽ മോമോസിൻ്റെ ഷേപ്പിൽ ഒരു 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ. ഉയിരിൻ നാഥനേ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനേ. അങ്ങനെ കൊഴുക്കട്ടകളൊക്കെ വെന്ത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ വറുത്ത അരി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ പൊടിയായിട്ട്. അത് അങ്ങനെ പൊടി പോലെ ചേർക്കാൻ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു മിക്സ് ഒലിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പോലെ അതിലുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും ഒലിക്കാതെ നല്ല ടൈറ്റായിട്ട് അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ ഓരോ ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കൊഴുക്കട്ട ശനി ആശംസകൾ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.